ഇന്ത്യയുടെ പ്രതിപക്ഷം കഴിഞ്ഞ കുറച്ച് ദിവസമായി തുടർച്ചയായിട്ട് പാർലമെന്റ് നടപടികൾ സ്തംഭിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എന്തിന് ആണ് എന്ന് ചോദിച്ചാൽ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് അവർ പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മനോജ് മുകുന്ദ് നരവാണെ എന്ന ആർമി ചീഫ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. 2020 കാലഘട്ടത്തിൽ അദ്ദേഹമായിരുന്നു ഇന്ത്യയുടെ ആർമി ചീഫ്. 2020 കോവിഡിന്റെ സമയത്ത് ഇന്ത്യയുടെ ലഡാക്കിലേക്ക് ചൈനീസ് പട്ടാളം ഇരച്ചു കയറിയത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ സമയത്ത് ഇന്ത്യയുടെയും ചൈനയുടെയും പട്ടാളക്കാർ തങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും രണ്ട് സൈഡിലും ആൾനാശം സംഭവിക്കുകയും ചെയ്തു. അന്ന് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മോശമായത് ഇപ്പോഴും പൂർണ്ണമായിട്ടും നോർമൽ ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ സമയത്ത് സംഭവിച്ച ചില കാര്യങ്ങൾ ആർമി ചീഫിന്റെ പുതിയ ബുക്കിൽ, ആ ബുക്കിന്റെ പേര് 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നാണ്. ആ ബുക്ക് പക്ഷേ ഇതുവരെയ്ക്ക് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടില്ല. ആ ബുക്കിൽ ചില പരാമർശങ്ങൾ അത് ഉയർത്തിക്കാട്ടിയാണ് പ്രതിപക്ഷം ഇപ്പോൾ പാർലമെന്റ് മെയിനായിട്ട് തടസ്സപ്പെടുത്തുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ US-ഉം ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് ഡീൽ, വ്യാപാര കരാറിൻ്റെ പേരിലാണ്. അപ്പോൾ ഈ വ്യാപാര കരാർ നിലവിൽ വന്നിട്ടില്ല, അത് അനൗൺസ് ആയിട്ടില്ല. അതിനു മുമ്പ് അതുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടെന്നുള്ള പേരിൽ പ്രതിപക്ഷം ബഹളം വയ്ക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ രണ്ട് പ്രശ്നങ്ങളെക്കുറിച്ചും അതിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന നിലപാടുകളെക്കുറിച്ചുമാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ പേര് ബിജു നായർ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യത്തെ കാര്യം, 2020 ലഡാക്ക് എന്ന് പറഞ്ഞ ഇന്ത്യയിലെ പ്രദേശത്ത്, ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഭാഗമായിരുന്നു ഒരു സമയത്ത് ലഡാക്ക്. ഇപ്പം ലഡാക്ക് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്. അവിടെ ചൈനീസ് പട്ടാളം ഇരച്ചു കയറി എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ കയറുന്ന സമയത്ത് നമ്മൾ രണ്ട് സൈഡിലും ആൾനാശം ഉണ്ടായി എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ സമയത്ത് ഇന്ത്യയുടെ അന്നത്തെ ആർമി ചീഫായിരുന്ന മനോജ് മുകുന്ദ് നരവാണെ ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ, പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗിനെ ഫോണിൽ ബന്ധപ്പെട്ടിട്ട് ഈ കാര്യം അവതരിപ്പിക്കുന്നു. എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി പട്ടാളത്തോട് പറയുകയാണ്, അല്ലെങ്കിൽ പട്ടാള മേധാവിയോട് പറയുകയാണ്, നിങ്ങൾക്ക് യുക്തമായത് എന്ന് തോന്നുന്നത് ചെയ്തോളൂ എന്ന് പറയുന്നതായിട്ട് ഈ അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള ബുക്കിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള ബുക്ക് എന്ന് പറയുമ്പോൾ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്ന ബുക്ക് ഇതുവരെയ്ക്കും പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടില്ല. നമുക്കത് വാങ്ങി വായിക്കാൻ പറ്റത്തില്ല. അതിൽ കണ്ടന്റ് വെരിഫൈ ചെയ്യാൻ നമുക്ക് നിവർത്തിയൊന്നുമില്ല. പക്ഷേ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ ഈ ബുക്കിലെ പ്രസക്ത ഭാഗങ്ങൾ, ആ ബുക്കിലെ ഭാഗങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ഈ പ്രശ്നം ഉന്നയിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയോട് ഇന്ത്യയുടെ ആർമി ചീഫ് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് യുക്തമായ തീരുമാനം എടുത്തുകൊള്ളൂ എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് തെറ്റ്? ഇന്ത്യയിൽ പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന സമയത്ത് ഇന്ത്യയുടെ സൈനിക മേധാവികൾ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വവുമായി ചർച്ച ചെയ്യുമ്പോൾ യുക്തമായ നിലപാടെടുക്കാൻ, യുക്തമായ നടപടിയെടുക്കാൻ സൈന്യത്തിന് അനുവദിക്കാതെ പലപ്പോഴും അവരുടെ കൈയും കാലും കെട്ടിയിടുന്ന ഒരു സിറ്റുവേഷനാണ് ഉണ്ടായിട്ടുള്ളതെന്ന് പല ആർമി ചീഫുകളും പരിതപിക്കുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യക്കെതിരെ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ പാകിസ്ഥാൻ സ്പോൺസേഡ് ആയിട്ടുള്ള ടെററിസം ആയിരിക്കും മിക്കപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. ആ സമയങ്ങളിലൊന്നും ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം പട്ടാളത്തോട് അല്ലെങ്കിൽ ഇന്ത്യയുടെ സൈനിക നേതൃത്വത്തോട് വേണ്ട രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് പല റിട്ടയർഡ് ആയിട്ടുള്ള ജനറൽമാരും റിട്ടയർഡ് ആയിട്ടുള്ള ആർമി ചീഫ്മാർ പരിതപിക്കുന്ന നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമുക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ പാകിസ്ഥാന് എതിരെ ഇപ്പം നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിനെ കുറിച്ച് അറിയാമല്ലോ. പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിന് ശേഷമാണല്ലോ ഇത് സംഭവിച്ചത്. പഹൽഗാമിൽ തീവ്രവാദി ആക്രമണം നടന്നപ്പോൾ എന്ത് നിലപാടാണ് ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം എടുത്ത്? പ്രധാനമന്ത്രിയാണെങ്കിലും ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആണെങ്കിലും എന്താ പറഞ്ഞത്? സൈന്യത്തിന് പൂർണ്ണ ആയിട്ടുള്ള സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്, സൈന്യം വേണ്ട സമയത്ത് വേണ്ടത് ചെയ്തോളെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെയും സൈന്യത്തിന് നമ്മൾ ഈ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുകയോ ചെയ്ത ഇത് തന്നെയാണ് രാജ്നാഥ് സിംഗ് ഈ പറഞ്ഞ മനോജ് മുകുന്ദ് നരവാണയോട് അന്ന് പറഞ്ഞത്. ഈ ബുക്ക് ഇറങ്ങിയിട്ടില്ല, നമുക്കിത് യാഥാർത്ഥ്യമാണെന്ന് അറിഞ്ഞൂടെ. യാഥാർത്ഥ്യമാണ് പ്രതിപക്ഷ നേതാവ് പാർലമെന്റിൽ പറഞ്ഞത് എന്ന് ചിന്തിച്ചുകൊണ്ടായത് പറയുന്നത്. എന്ത് തെറ്റതിൽ? ഒരു തെറ്റുമില്ല. പിന്നെ നമ്മൾ വേറൊരു രീതിയിലും കൂടെ ചിന്തിക്കണം. ചൈന ലോകത്തിലെ വൻശക്തിയാണ്. അമേരിക്ക കഴിഞ്ഞാൽ ഇന്ത്യയെക്കാളും 5 മടങ്ങ് വലിയ സാമ്പത്തിക ശക്തി, ഇന്ത്യയെക്കാളും ഒരു 3 മടങ്ങെങ്കിലും വലിയ സൈനിക ശക്തി, ഇന്ത്യയെക്കാളും ഒരു 3-4 മടങ്ങ് കൂടുതൽ ന്യൂക്ലിയർ ആയുധങ്ങൾ, ആണവ ആയുധങ്ങൾ കൂട്ടിവെച്ചിരിക്കുന്ന ശക്തി. അവരുമായിട്ട് തൽക്കാലം നമ്മൾ രാജ്യസ്നേഹികളൊക്കെ ആയിട്ട് നമ്മൾ അവരെ തോപ്പിക്കുമെന്നൊക്കെ പറഞ്ഞാലും ഒരു ട്രഡീഷണൽ യുദ്ധം ഉണ്ടായാലും അവർ ജയിക്കാനാണ് കൂടുതലും സാധ്യത. ലോകത്തിൽ ഏതെങ്കിലും വൻശക്തി രാഷ്ട്രങ്ങൾ തങ്ങളിൽ യുദ്ധം ചെയ്തിട്ടുണ്ടോ? 1945 സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം UN നിലവിൽ വന്നതിന് ശേഷം പരസ്പരം കണ്ണുരുട്ടുന്നതല്ലാതെ ലോകത്തിൽ ഏത് വൻശക്തികൾ തമ്മിലാണ് യുദ്ധം ചെയ്തിട്ടുള്ളത്? റഷ്യയും പിന്നീട് US-ഉം തമ്മിൽ ശീതയുദ്ധം നിലനിന്നിരുന്നു, കോൾഡ് വാർ ഒരു സമയത്ത്. ആ സമയത്ത് അവർ യുദ്ധം ചെയ്തിട്ടുണ്ടോ? ഇന്ന് റഷ്യക്ക് പഴയ ശക്തിയില്ല, എന്നിട്ട് പോലും യുക്രൈനെ റഷ്യ അറ്റാക്ക് ചെയ്തിട്ട് യൂറോപ്പോ അല്ലെങ്കിൽ അമേരിക്കയോ സംയുക്തമായിട്ട് പോലും റഷ്യ അറ്റാക്ക് ചെയ്തിട്ടില്ലല്ലോ. ചൈനയെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന യൂറോപ്പോ അല്ലെങ്കിൽ അമേരിക്കയോ ഒരിക്കലെങ്കിലും ചൈനയോട് യുദ്ധം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ലോകത്തിൽ ഏതെങ്കിലും വൻശക്തി
ശക്തികൾ തങ്ങളിൽ ഏറ്റുമുട്ടാറുണ്ടോ? അപ്പോൾ ഇന്ത്യയും ചൈനയും തമ്മിലൊരു യുദ്ധം എന്ന് പറഞ്ഞ് പ്രായോഗികമാണോ? നമുക്ക് ഇതേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു യുക്തമായ നടപടി എടുത്തിട്ട് സൈന്യത്തിൻ്റെ സ്വാതന്ത്ര്യം കൊടുത്തിട്ട് അവരുടെ കടന്നുകയറ്റം അവിടെ ഫലപ്രദമായിട്ട് തടഞ്ഞു നിർത്തുക, എന്നിട്ട് ഒരു ഫുൾ ബ്ലോൺ വാറിലേക്ക് പോവാതെ നോക്കുക, എന്നിട്ട് ഡി എസ്കലേഷന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പ്രശ്നം സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ നേതൃതലത്തിലും അല്ലെങ്കിൽ സൈനിക തലത്തിലുള്ള ചർച്ചകൾ നടത്തി പ്രശ്നം സോൾവ് ചെയ്യുക. അതാ ചെയ്യുന്ന എപ്പോഴും. ഇനി ഇത്തരത്തിലുള്ളൊരു വിവാദം പാർലമെന്റിൽ ഉന്നയിക്കുമ്പോൾ എന്ത് ഭാവനയില്ലാത്ത പ്രതിപക്ഷമാണ് ഇന്ത്യയുടേത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞുതരാം. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു ചർച്ച ഉയർത്തിക്കൊണ്ടുവരുമ്പോൾ പ്രതിപക്ഷം തന്നെ അവസാനം ബാക്ക് ഫുട്ടിലാവും. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. കോൺഗ്രസ് ആണല്ലോ മിക്കപ്പോഴും ഇന്ത്യ ഭരിച്ചത്. ഈ കോൺഗ്രസ് ഭരിക്കുന്ന കാലഘട്ടത്തിൽ ചൈനയുമായിട്ടുണ്ടായ 1962 വാറിൽ ഇന്ത്യക്ക് എന്ത് സംഭവിച്ചു നമുക്കറിയാം. 1950 തന്നെ ഇന്ത്യയുടെ അക്സായ് ചിൻ എന്ന് പറയുന്ന പ്രദേശം, ഏതാണ്ട് 30,000 സ്ക്വയർ കിലോമീറ്ററിന് മുകളിലുള്ള പ്രദേശം ചൈന കയറിയിരുന്നു. നമ്മളുടെ ജമ്മു ആൻഡ് കാശ്മീരിന്റെ പ്രിൻസിലി സ്റ്റേറ്റ് ആയിട്ട് ജമ്മു ആൻഡ് കാശ്മീർ നിലക്കുന്ന കാലം തൊട്ടേ ജമ്മു ആൻഡ് കാശ്മീരിന്റെ ഭാഗമാണ്, ലഡാക്കിന്റെ ഭാഗമായിരുന്നു ഈ അക്സായ് ചിൻ. ഈ അക്സായ് ചിൻ 1950 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ഒക്കെ കാലഘട്ടത്തിൽ തന്നെ ചൈന കയറി തുടങ്ങി. 1962 ഈ വാറിൽ യുദ്ധത്തിൽ ഇന്ത്യയെ കൺവിൻസിംഗ് ആയിട്ട് ഈ ചൈന തോപ്പിച്ചിട്ട് ഈ അക്സായ് ചിൻ പ്രദേശം അവരുടെ കയ്യിൽ വെച്ചേക്കുക. 30,000 സ്ക്വയർ കിലോമീറ്റർ കൂടുതൽ പ്രദേശം, ഇന്ത്യയുടെ സ്വന്തം പ്രദേശം തിരിച്ചു പിടിക്കാൻ എന്താണ് ചെയ്തത്? അതുപോട്ടെ, ചൈന ഒരു വൻശക്തി രാജ്യമായതുകൊണ്ട് ഇന്ത്യക്ക് അവരോട് മുട്ടുന്നതിന് പരിമിതികളുണ്ടെന്ന് പറയാം. പാകിസ്ഥാനുമായിട്ട് 1971 വാറിൽ ഈ പറഞ്ഞ നമ്മൾ ബംഗ്ലാദേശ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ആ യുദ്ധത്തിലാണ് നമ്മൾ ബംഗ്ലാദേശ് ക്രിയേറ്റ് ചെയ്യുന്നു, എന്നിട്ട് പാകിസ്ഥാനെ കൺവിൻസിംഗ് ആയിട്ട് തോപ്പിക്കുന്നു. 93,000-ഓളം പാകിസ്ഥാനി പട്ടാളക്കാരെ തടവിൽ പിടിക്കുന്നു, എന്നിട്ട് ലാഹോർ വരെ നമ്മൾ പിടിച്ചെടുക്കുന്നു. പിന്നീട് എന്താ സംഭവിച്ചത്? ഒരു ചർച്ച സുൽഫിക്കർ അലി ഭൂട്ടോയുമായിട്ട് നടത്തുന്നു. എന്നിട്ട് എന്താണ് സംഭവിച്ചത് നടത്തുക? നമ്മളെ തടവുകാരായിട്ട് നമ്മളെ ഇന്ത്യൻ പട്ടാളക്കാരെ പിടിച്ചവരെ തിരിച്ചു പോലും വാങ്ങാതെ ഈ പറഞ്ഞ പിടിച്ചെടുത്ത പ്രദേശങ്ങളും പാകിസ്ഥാൻ തിരിച്ചു കൊടുത്ത് നമ്മൾ ഈ പട്ടാളക്കാരെയും പാകിസ്ഥാൻ തിരിച്ചു കൊടുക്കുകയാണ്. അവിടെ നമ്മളുടെ താല്പര്യം കോംപ്രമൈസ് ചെയ്തില്ലേ? ആരായിരുന്നു അന്ന് ഭരിച്ചത്? അതുപോലെ തന്നെ അന്ന് ഞാൻ പല വീഡിയോയിൽ ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. കോഴിക്കഴുത്ത് അല്ലെങ്കിൽ ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ മെയിൻലാൻഡ് ഇന്ത്യയുമായിട്ട് ബന്ധിപ്പിക്കുന്ന പ്രദേശം, സിലിഗുരിയിലുള്ള പ്രദേശം, അന്ന് ഇന്ത്യക്ക് അതൊരു വലിയൊരു സ്ട്രാറ്റജിക് ഡിസഡ്വാൻറ്റേജ് ആണ് ഇന്ത്യക്ക്. ഇന്നും ചൈനയ്ക്കൊക്കെ വേണമെങ്കിൽ ഇന്ത്യയെ അവിടെ പല കാര്യങ്ങളും ഇന്ത്യയുടെ മുകളിൽ അപ്പർ ഹാൻഡ് വരും. ഒരു യുദ്ധമൊക്കെ ഉണ്ടായ ചൈനയ്ക്ക് ആ പ്രദേശത്ത്. അപ്പോൾ ആ പ്രദേശം കുറച്ചുകൂടെ വിശാലമായ പ്രദേശമായിട്ട് മാറ്റാമായിരുന്നു. അന്ന് നമുക്ക് ബംഗ്ലാദേശിന് മുകളിലുള്ള ആ ഒരു സ്വാധീനം ഉപയോഗിച്ച് ചെയ്തില്ലല്ലോ. എന്നിട്ട് നമുക്ക് വളരെ സ്ട്രാറ്റജിക്കലി തന്ത്രപരമായിട്ട് ഉപയോഗപ്പെടേണ്ട കച്ചത്തീവ് എന്ന് പറയുന്ന ദ്വീപ് ഐലൻഡ് ഇന്ത്യയുടെ സ്വന്തമായിരുന്നത് ഒരാവശ്യമില്ലാതെ 1975-76 കാലഘട്ടത്തിൽ ശ്രീലങ്കയ്ക്ക് കൈമാറ്റം ചെയ്യുന്നത് നമ്മളുടെ തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ അതിൻ്റെ പേരിൽ എന്തെല്ലാം കഷ്ടപ്പെടുന്നുണ്ട്. അതെന്തൊരു വലിയ മണ്ടൻ തീരുമാനമായിരുന്നു. അതെല്ലാം പോട്ടെ, ഇന്ത്യയുടെ ഏതാണ്ട് 8-9 സംസ്ഥാനങ്ങൾ ചുവപ്പ് ഇടനാഴി അല്ലെങ്കിൽ റെഡ് കോറിഡോർ എന്നുള്ള പേരിൽ വിളിക്കപ്പെട്ടുകൊണ്ട് അവിടെയെല്ലാം മാവോയിസ്റ്റുകൾ അല്ലെങ്കിൽ നക്സലൈറ്റുകൾ താണ്ഡവ നൃത്തമാടി ഇന്ത്യയിലെ CRPF ഈ പാരാമിലിറ്ററി ഫോഴ്സസിനെ കംപ്ലീറ്റ് പലപ്പോഴും കൊന്നു തള്ളുമ്പോൾ എന്ത് നടപടിയാണ് നമ്മളുടെ ഇന്റേണൽ സെക്യൂരിറ്റി സ്ട്രോങ് ആക്കുന്നതിന് ചെയ്തത്? ഒന്നും ചെയ്തില്ല. ഇന്ന് ഈ മാവോയിസ്റ്റ് പ്രോബ്ലമൊക്കെ അവസാനിച്ചുകൊണ്ടിരിക്കുക. അടുത്ത മാർച്ചിൽ, ഈ വരുന്ന മാർച്ചിൽ മാവോയിസ്റ്റ് പ്രോബ്ലം ഇല്ലാതാവുന്നു ഇന്ത്യയിൽ. ഇപ്പം മാവോയിസ്റ്റ് ഒന്നും ഇന്ത്യയിൽ ഇല്ല എന്ന് തന്നെ പറയാം. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ആ കാലഘട്ടത്തിൽ എന്തായിരുന്നു? ഞാനൊക്കെ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആസാമിൽ എന്നും സ്ഫോടനങ്ങളാണ്. ഉൾഫ തീവ്രവാദികളൊക്കെ അഴിഞ്ഞാടിയാണ്. ഇന്ന് ആസാമിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉൾഫ തീവ്രവാദികളൊക്കെ പേരിനേ ഉള്ളൂ, അവന്മാരൊന്നും ഒന്നും ചെയ്യുന്നില്ല. വടക്ക് കിഴക്കിൽ ആകപ്പാടെ മണിപ്പൂർ ഒഴിച്ച് ബാക്കി സകല സംസ്ഥാനങ്ങൾ ശാന്തമാണ്. ഇന്ന് ഇന്ത്യയുടെ ഇന്റേണൽ സെക്യൂരിറ്റി എന്ത് മികച്ചതാണ്. കാശ്മീർ എന്തായിരുന്നു സംഭവിച്ചത്? കാശ്മീരി പണ്ഡിറ്റുകളൊക്കെ അവിടെ നിന്ന് പലായനം ചെയ്തു. അവരുടെ മതം ഹിന്ദു ആയതിൻ്റെ പേരിൽ അവിടെ തീവ്രവാദികൾ അവരെ തിരഞ്ഞു പിടിച്ച് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ എന്താണ് ചെയ്തത്? കാശ്മീരിൽ ഈ 2014 മോദി ഗവൺമെൻറ് വരുന്നവരെയും കാശ്മീർ ഇന്ത്യയുടെ ഭാഗം പോലും അല്ലാത്ത രീതിയിലല്ലേ അവർ പ്രവർത്തിച്ചുകൊണ്ട് നിന്നിട്ട് കാശ്മീരിൽ എന്നും തീവ്രവാദമല്ലായിരുന്നു, എന്നും സ്ഫോടനങ്ങളല്ലായിരുന്നു. എന്നിട്ട് ഇപ്പോൾ കാശ്മീരിൽ വളരെ റെയറായിട്ട് ചിലപ്പോൾ എന്തെങ്കിലും, അത് അത്രയും സെക്യൂരിറ്റി പ്രോബ്ലം ഉള്ള സ്റ്റേറ്റിൽ വളരെ റെയറായിട്ടൊക്കെ സംഭവിക്കുക. അതല്ലാതെ എന്തെങ്കിലും വലിയ ഒരു സ്ഫോടനം ഉണ്ടെന്ന് കാശ്മീരിൽ നിന്ന് ലാർജ്ലി ശാന്തമല്ലേ, പീസ്ഫുൾ അല്ലേ? അപ്പോൾ ഈ ദേശീയ സെക്യൂരിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയ്ക്ക് എടുത്തുകൊണ്ട് വരുന്നത് തന്നെ മണ്ടത്തരമാണ്. പ്രതിപക്ഷത്തിന്റെ ഭാവനയില്ലായ്മയാണത് പറയുന്നത്. കാരണം ഇത് ഒരു ചർച്ചയായി മാറുമ്പോൾ തീർച്ചയായിട്ടും അവസാനം കോൺഗ്രസ് ആണ് മെയിൻ പ്രതിപക്ഷം, ബാക്കി എല്ലാ പ്രതിപക്ഷ പാർട്ടികളും കൂടെയുണ്ട്. ഇവരെല്ലാവരും അവസാനം അവർ സ്വയം കുഴി തോണ്ടുന്നതിന് തുല്യമായിരിക്കും. അപ്പോൾ എന്തായാലും മനോജ് മുകുന്ദ നരവാണയുടെ പുസ്തകത്തിൽ ഉണ്ട് എന്ന് പറയുന്ന സംഭവം പബ്ലിഷ് ചെയ്യപ്പെടുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റൂ. എന്തായാലും പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പേ ഇതിൻ്റെ പേരിൽ പാർലമെൻറ്റിൽ ഒരു പ്രശ്നം ഉണ്ടാക്കി സഭാ നടപടികൾ സ്ഥിരമായിട്ട് തടസ്സപ്പെടുത്തുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രതിപക്ഷത്തിന് ഒരു ഗുണവും ചെയ്യാൻ പോകുന്നില്ല. കഴിഞ്ഞ 11 വർഷമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത് തന്നെയാണ്. ഇതിൻ്റെ പേരിൽ അവർക്ക് വോട്ട് കൂടുന്നില്ല. പിന്നെ അവർ പറയുന്ന വോട്ട് ചോരി വഴിയാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. സത്യത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കി ഇവർ അവരുടെ തന്നെ സ്വന്തം ഇമേജ് കളയുക.
ഓക്കെ, അപ്പം ദേശസുരക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ എനിക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. കഴിഞ്ഞ 11 വർഷത്തെ മോദി ഗവൺമെൻറ്റിൻ്റെ റെക്കോർഡെന്ന് പറയുന്നത് ഫാർ ഫാർ ബെറ്ററാണ്. അത് നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. മുമ്പുള്ള കോൺഗ്രസ് ഗവൺമെൻറ്റുകളെ അല്ലെങ്കിൽ മറ്റ് കൂട്ടുകക്ഷി ഗവൺമെൻറ്റുകളായിട്ടൊക്കെ കമ്പയർ ചെയ്തൊക്കെ നോക്കുമ്പോൾ വളരെ ബെറ്ററാണ് നമുക്ക് മനസ്സിലാവും. മുംബൈ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായപ്പോൾ കുറച്ച് തീവ്രവാദികൾ ഇന്ത്യയിൽ വന്നിട്ട് 166 170ഓളം ആൾക്കാരെ കൊന്ന് 300ഓളം പേരെ മൃതപ്രായരാക്കി ഇഞ്ചുവേർഡ് ആക്കിയിട്ട് അവർ എന്താണ് ചെയ്തത്? തിരിച്ച് പാകിസ്ഥാനിലെ റിലയാനൊക്കെയോ. അപ്പം ഇവരാണ് ദേശസുരക്ഷയെക്കുറിച്ച് നമ്മളുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന് പാഠം പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന് ഉപദേശം കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും ഒരു എന്താ പറയുന്നത്, അതിൻ്റെ പേരിൽ അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള ബുക്കിൽ ചില പരാമർശങ്ങൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നതിൻ്റെ പേരിൽ പാർലമെൻറ്റ് നടപടികൾ സ്തംഭിപ്പിക്കുന്ന വൻ മണ്ടത്തരമാണ് പ്രതിപക്ഷത്തിൻ്റെ. അവർ സ്വയം കുഴിതോണ്ടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി രണ്ടാമത്തെ കാര്യം, US ഇന്ത്യ വ്യാപാര കരാർ. US ഇന്ത്യ വ്യാപാര കരാർ യാഥാർത്ഥ്യമാകുന്നു. ഇന്ത്യയുടെ തീരുവ 50% 18% കുറയ്ക്കുന്നു. പകരം ഇന്ത്യ റഷ്യയുടെ ഓയിൽ വാങ്ങുന്നത് നിർത്താമെന്ന് സമ്മതിച്ചു. അതുപോലെ $500 ബില്യൺ സാധനങ്ങൾ അമേരിക്കയിൽ നമ്മൾ വാങ്ങാമെന്ന് സമ്മതിച്ചു. വെനിസ്വേലയിൽ നിന്ന് റഷ്യയുടെക്ക് പകരം നമ്മൾ ഓയിൽ വാങ്ങും എന്ന് ഇന്ത്യ സമ്മതിച്ചു. ഇതെല്ലാം ട്രൂത്ത് സോഷ്യൽ എന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം അനൗൺസ് ചെയ്തതാണ്. ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ അതിനുശേഷം എക്സിൽ ഇങ്ങനെ കുറിച്ചു, എൻ്റെ ഫ്രണ്ട് ട്രംപിന് നന്ദി തീരുവ കുറച്ചതിനെന്ന്. ട്രേഡ് ഡീൽ അല്ലെങ്കിൽ വ്യാപാര കരാർ ഇത്തരത്തിലുണ്ടാക്കിയതിന് നന്ദി എന്ന് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ എവിടെയെങ്കിലും കുറിച്ചോ? ഇത്തരത്തിലൊരു വ്യാപാര കരാർ സത്യത്തിലായോ? ഒരു വ്യാപാര കരാറും ആയില്ല. വ്യാപാര കരാർ ആയിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? വ്യാപാര കരാർ എന്ന് പറയുന്നത് എപ്പോഴും ഏത് ദുർബലമായ രാജ്യവുമായിട്ടോ അല്ലെങ്കിൽ ശക്തമായ രാജ്യവുമായിട്ടോ നമ്മൾ വ്യാപാര കരാർ ഉണ്ടാക്കിയാലും ലോകത്തിലെ തത്വം എന്ന് പറയുന്നത് വ്യാപാര കരാർ രണ്ട് രാജ്യങ്ങളുടെയും ബന്ധപ്പെട്ട ആൾക്കാർ, അത് പ്രധാനമന്ത്രിയാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ട്രേഡ് മിനിസ്റ്റേഴ്സ്, കൊമേഴ്സ് മിനിസ്റ്റേഴ്സ് ആവാം, അവർ വന്നെന്ന് സംയുക്തമായി അനൗൺസ് ചെയ്യും. അതിവിടെയും സംഭവിക്കും. അത് അടുത്ത കുറച്ച് ദിവസങ്ങൾക്കകം സംഭവിക്കും. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു രീതിയാണ് അയാൾ എന്തും വിളിച്ചു പറയുക എന്നുള്ളത്. കാര്യം റഷ്യ അയാളുടെ കയ്യിൽ നിന്ന് ഇന്ത്യ ഓയിൽ വാങ്ങുന്നത് നിർത്തിയെന്ന് കഴിഞ്ഞ ഒരു വർഷമായിട്ട് എല്ലാ മാസവും അങ്ങനെ പറയുന്നുണ്ട് ട്രൂത്ത് സോഷ്യൽ വഴി. ഇന്ത്യ നിർത്തിയായിരുന്നോ? ഇപ്പോഴും നിർത്തിയിട്ടില്ല, ഇപ്പോഴും വാങ്ങുന്നുണ്ട്. ഇപ്പോഴും റഷ്യൻ ഓയിൽ നമ്മൾ 3-ാം സ്ഥാനത്താണ്. ചൈനയ്ക്കും ടർക്കിക്കും ശേഷം 3-ാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ റഷ്യൻ ഓയിൽ വാങ്ങുന്നത് നമ്മളതാണ്. ഇനി ഇതുവരെയുള്ള വ്യാപാര കരാറുകൾ, ഇന്ത്യ ഏതാണ്ട് 39ഓളം രാജ്യങ്ങളുമായിട്ട് സ്വതന്ത്ര വ്യാപാര കരാറുണ്ട്. ഇപ്പോൾ ഇതിൽ ആസിയാൻ രാജ്യങ്ങളുമായിട്ട് മാത്രമാണ് UPA ഗവൺമെൻറ് വ്യാപാര കരാർ ഉണ്ടാക്കുന്നത്. 2009 എൻ്റെ ഓർമ്മ. ബാക്കി എല്ലാ വ്യാപാര കരാറുകളും നിലവിൽ വന്നത് മോദി ഗവൺമെൻറ് കാലഘട്ടത്തിലാണ്. അത് UAE-യുമായിട്ടുണ്ടാക്കി, ഒമാനുമായിട്ടുണ്ടാക്കി, ന്യൂസിലാൻഡുമായിട്ടുണ്ടാക്കി, ബ്രിട്ടനുമായിട്ടുണ്ടാക്കി, ഇപ്പതാ യൂറോപ്യൻ യൂണിയനുമായിട്ടുണ്ടാക്കി, 4 രാജ്യങ്ങളടങ്ങുന്ന യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായിട്ടുണ്ടാക്കി. ഇതിലേതിലെങ്കിലും നമ്മൾ ഇന്ത്യയിലെ കാർഷികോൽപ്പന്നങ്ങളോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ക്ഷീര മേഖലയോ അവർക്ക് ഹാനികരമാകുന്ന രീതിയിലുള്ള ഏതെങ്കിലും കരാർ നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ട്? ഇപ്പം ലാസ്റ്റിൽ കൺക്ലൂഡ് ചെയ്ത യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റിൽ ഉൾപ്പെടെ നമ്മൾ ഡയറി സെക്ടറിന്, അതായത് ക്ഷീരോത്പാദക സെക്ടറിന്, അതുപോലെ തന്നെ അഗ്രികൾച്ചർ സെക്ടറിന് അതിൽ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യക്ക് അപ്പർ ഹാൻഡ് കിട്ടുന്ന കരാർ എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ അല്ലെങ്കിൽ ലോകത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ അതിനെ വിശേഷിപ്പിച്ചത്. UAE-യുമായിട്ടുണ്ടാക്കിയ കരാറിലും അങ്ങനെ തന്നെയായിരുന്നു, ന്യൂസിലാൻഡുമായിട്ടുണ്ടാക്കിയ കരാറിലും അങ്ങനെ തന്നെയാണ്, ഒമാനുമായിട്ടുണ്ടാക്കിയ കരാറിലും അങ്ങനെ തന്നെയാണ്, ബ്രിട്ടനുമായിട്ടുണ്ടാക്കിയ കരാറിലും അങ്ങനെ തന്നെയാണ്. ഇനി വേറൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ വീഡിയോ കാണുന്ന എത്ര പേർക്ക് അത് അറിയാമെന്ന് അറിഞ്ഞുകൂടാ. RCEP എന്ന് പറയുന്ന ഇതുപോലൊരു ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഉണ്ട്, സ്വതന്ത്ര വ്യാപാര കരാർ. RCEP എന്ന് പറയുന്നത് റീജിയണൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ് എന്നാ. അത് ആദ്യം അനൗൺസ് ചെയ്യുമ്പോൾ അതിൽ 16 രാജ്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അത് 15 രാജ്യങ്ങളേ ഉള്ളൂ. ഈ 16 രാജ്യങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആസിയാൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, 10 രാജ്യങ്ങൾ അതിലുള്ളത്. ആസിയാൻ എന്ന് പറഞ്ഞ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്. സിംഗപ്പൂർ, തായ്ലൻഡ്, ഫിലിപ്പൈൻസ്, കംബോഡിയ, വിയറ്റ്നാം, മ്യാൻമർ, അങ്ങനെ കുറേ രാജ്യങ്ങളുണ്ടല്ലോ, ബ്രൂണൈ, അങ്ങനെ 10ഓളം രാജ്യങ്ങൾ, ഇന്തോനേഷ്യ, മലേഷ്യ എല്ലാം ചേർന്ന. അവരെ കൂടെ മറ്റ് 6 രാജ്യങ്ങൾ, അവരുമായിട്ട് സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കിയിട്ടുള്ള 6 രാജ്യങ്ങൾ. അതിൽ ചൈനയുണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, ജപ്പാനുണ്ട്, സൗത്ത് കൊറിയ ഉണ്ട്, ന്യൂസിലാൻഡ് ഉണ്ട്, ഇന്ത്യയും ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ ആസിയാൻ ഗ്രൂപ്പിലെ 10 രാജ്യങ്ങൾക്കൊപ്പം ചൈന, ഓസ്ട്രേലിയ, സൗത്ത് കൊറിയ, ന്യൂസിലാൻഡ്, ഇന്ത്യ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞായിരുന്നു 6 രാജ്യങ്ങൾ. അപ്പോൾ 10 6 16 രാജ്യങ്ങൾ. പക്ഷേ അവസാനം ഈ കരാർ ഒപ്പിടുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇന്ത്യ അതിൽ നിന്ന് വിത്ഡ്രോ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 15 രാജ്യങ്ങളേ ഉള്ളൂ. ആസിയാൻ 10 രാജ്യങ്ങളും പിന്നെ ചൈനയും ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും സൗത്ത് കൊറിയയും ജപ്പാനും. ഇതിൻ്റെ കൂടെ ഇന്ത്യയും കൂടെ ചേർന്ന് 16 ആവേണ്ടേ. ഇത് ഇന്ത്യ അങ്ങ് മാറി, ഇപ്പോൾ 15 ഉള്ളൂ. എന്തുകൊണ്ടാണ് ഇന്ത്യ പിന്മാറിയത്? യഥാർത്ഥ ഈ RCEP എന്ത് വലിയ സംഭവമാണെന്ന് അറിയാമോ? അതായത് ലോകത്തിലെ മൊത്തം GDP-യുടെ 30% RCEP ആണ് കൈകാര്യം ചെയ്യുന്നത്, റീജിയണൽ കോംപ്രഹെൻസീവ് എക്കണോമിക് പാർട്ണർഷിപ്പ്. മൊത്തം ട്രേഡിൻ്റെ ഏതാണ്ട് 40% അവരാണ് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു ഗ്രൂപ്പിൽ ഇന്ത്യയും കൂടി ചേർന്ന് അത് അതിശക്തമായാണ് പിന്നെയും. പക്ഷേ ഇന്ത്യ ബാക്കി എല്ലാ മേഖലയിലും ഇന്ത്യക്കത് നല്ലതായിരുന്നെങ്കിലും ഇന്ത്യയുടെ കാർഷിക മേഖലയും അതുപോലെ ഇന്ത്യയുടെ ഡയറി മേഖലയും, അതായത് ക്ഷീരോത്പാദക മേഖലയും, ചൈന ഉൾപ്പെടുന്ന
രാജ്യങ്ങൾക്ക് തുറന്നു കൊടുക്കേണ്ടി വരും എന്നുള്ള പേടിയുടെ ബേസിൽ മാത്രമാണ് RCEP-ൽ നമ്മൾ ജോയിൻ ചെയ്യാതിരുന്നത്. അങ്ങനെ ഇതുവരെ RCEP-ൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യം ജോയിൻ ചെയ്യുന്നത് പറഞ്ഞാണ് 16 രാജ്യങ്ങൾ ഉൾപ്പെടെ. 16 രാജ്യങ്ങളെന്ന് അനൗൺസ് ചെയ്യപ്പെട്ട ആദ്യം ഇത് തുടങ്ങുമ്പോൾ അവസാനം ഇന്ത്യ അതിൽ നിന്ന് പിന്മാറി കരാർ സൈൻ ചെയ്യേണ്ട സമയത്ത്. അതെല്ലാം മോദി ഗവൺമെൻറ്റാണ് ചെയ്തത്. അപ്പോൾ ഇതുവരെ ഒരു വ്യാപാര കരാറിലും ഇന്ത്യയുടെ കാർഷിക മേഖല, കർഷകർ, അതുപോലെ ക്ഷീരോത്പാദക മേഖല, ഇവരെയൊന്നും നമ്മൾ ഹാനികരമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇതുവരെ നമ്മൾ നടപ്പാക്കാൻ അനുവദിച്ചിട്ടില്ല, ഇതുവരെയുള്ള ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ. പിന്നെ നമ്മൾ US-ഉമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാറിൽ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പോൾ ഇത് ഇങ്ങനൊരു കരാറും ഉണ്ടായിട്ടില്ല, കരാർ അനൗൺസ് ചെയ്യപ്പെട്ടിട്ടില്ല. ഈ ട്രംപ് അയാൾ ഒരു ശൈലി എന്ന് പറഞ്ഞാൽ അയാൾ എപ്പോഴും ഇങ്ങനെ അയാളുടെ ഒരു കിറുക്കനാണ്, അരക്കിറുക്കൻ, പിന്നെ സ്വയം പൊങ്ങിയാണ്. അപ്പോൾ പലപ്പോഴും അയാൾ ഇപ്പം നമ്മളുടെ ഓപ്പറേഷൻ സിന്ദൂർ അയാൾ പറഞ്ഞിട്ടാണ് അവസാനിപ്പിച്ചെന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നീട് പാകിസ്ഥാന്റെ മന്ത്രിമാർ പറഞ്ഞു, പാകിസ്ഥാനിലെ തീവ്രവാദ ഗ്രൂപ്പുകളുടെ തലവന്മാർ പറഞ്ഞു, വളരെ ശക്തമായിട്ടുള്ള ഇന്ത്യൻ ആക്രമണത്തിൽ അവരുടെ വ്യോമത്താവളങ്ങൾ തകർന്നെന്നും തീവ്രവാദ ഗ്രൂപ്പുകളുടെ പിന്നീട് ട്രെയിനിങ് ക്യാമ്പുകൾ തകർന്നെന്നൊക്കെ അവർ പറഞ്ഞതാ. അപ്പോൾ ഈ അടിയെല്ലാം കിട്ടിയപ്പം പാകിസ്ഥാൻ തന്നെയാണ് ആവശ്യപ്പെട്ടത് ഇന്ത്യയോട് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കാൻ. അതുകൊണ്ടാണ് നമ്മളത് അവസാനിപ്പിച്ചെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ട്രംപ് പറഞ്ഞ അങ്ങനെയല്ല, അയാൾക്ക് നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടിയിട്ട് അയാളാണ് ചെയ്തതെന്നാണ്. അപ്പോൾ അയാളുടെ ശൈലി ഏതാ? അയാളോട് നമുക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ പറ്റുമോ? ട്രൂത്ത് സോഷ്യലിൽ ഇങ്ങനെ ഇടണം, ട്രൂത്ത് സോഷ്യലിൽ അയാൾ ഇങ്ങനെ ഇടാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? അയാൾക്ക് തോന്നുന്നത് അയാൾ ചെയ്തു. അതാണോ നമ്മൾ വിശ്വസിക്കേണ്ടത്? നമ്മളുടെ ഗവൺമെൻറ് പറയുന്നതല്ലേ നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇതുള്ള ട്രാക്ക് റെക്കോർഡ് എങ്ങനെയാണ്? വ്യാപാര കരാറിൽ നമ്മൾ ഇതുവരെയെങ്കിലും നമ്മളെ കർഷകരുടെയോ ഡയറി സെക്ടറിൻ്റെയോ ക്ഷീരോത്പാദക മേഖലയുടെ എങ്ങാനും താല്പര്യങ്ങൾ ഹനിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസിഷൻ എടുക്കുന്ന ഏതെങ്കിലും കരാർ ഇതുവരെ 39 രാജ്യങ്ങളുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ US-ഉമായിട്ടുള്ളവരും ഉണ്ടാവത്തില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ US-ൻ്റെ മുന്നിൽ നമ്മളങ്ങനെ പരാജയപ്പെടുന്ന രീതിയിലുള്ളൊരു കരാറാണ്, കാർഷിക മേഖല തുറന്നു കൊടുക്കുന്ന, ക്ഷീരോത്പാദക മേഖല തുറന്നു കൊടുക്കുന്ന ഒരു കരാറാണെങ്കിൽ മോദി മണ്ടന്നാൻ്റെ അർത്ഥം. അടുത്ത ഇലക്ഷനിൽ അവർ ഉറപ്പായിട്ട് തോക്കും. കാര്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്ലോക്ക്, ഇന്ത്യയിലെ ഏറ്റവും ശക്തിയുള്ള വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ കർഷകരാണ്. അല്ലാതെ ഇവിടുത്തെ ഹിന്ദുക്കളല്ല, മുസ്ലിങ്ങളല്ല, ക്രിസ്ത്യാനികളല്ല, ഇന്ത്യയിലെ ഏതെങ്കിലും മതവിഭാഗങ്ങളല്ല, ഇന്ത്യയിലെ ഏതെങ്കിലും കാസ്റ്റുകൾ, ഇന്ത്യയിലെ ഏതെങ്കിലും ജാതി വിഭാഗങ്ങളല്ല. ഇന്ത്യയിലെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് കർഷകരാണ്. അതുകൊണ്ടാണ് മോദിക്ക് ഒരിക്കൽ കാർഷിക നിയമങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ കാർഷിക നിയമങ്ങൾ പിൻവലിക്കേണ്ടി വന്നു, ശക്തമായ കർഷകരുടെ രോഷം ഉണ്ടായപ്പോൾ. അപ്പം വോട്ട് ബാങ്ക് ആണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് കാർഷിക നിയമങ്ങൾ അദ്ദേഹം പിൻവലിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കർഷകർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹനിക്കപ്പെടുന്ന പ്രൊവിഷൻസ് ഉള്ള ഒരു സ്വതന്ത്ര വ്യാപാര കരാർ ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും അടുത്ത ഇലക്ഷനിൽ BJP പരാജയപ്പെടുന്ന യാതൊരു സംശയവുമില്ല. അപ്പം സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും തന്ത്രശാലിയായിട്ടുള്ള രാഷ്ട്രീയക്കാരൻ, ഏറ്റവും വിജയിച്ച രാഷ്ട്രീയക്കാരനായ മോദിക്ക് ഇത് മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രൊവിഷൻ അതിൻ്റെ അത് കാണത്തില്ല. ഇത് ഫൈനലി അതിൻ്റെ പ്രൊവിഷൻസ് ഡിക്ലെയർ ചെയ്യപ്പെടുമ്പം ഇനി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സർക്കാർ ഇവിടെ അവസാനിക്കുന്നൊന്ന് കൂട്ടിയാൽ മതി. എന്തായാലും ഇല്ലാത്തൊരു കരാറിൻ്റെ പേരിൽ ഇന്ത്യൻ പാർലമെൻറ്റ് നടപടികൾ തുടർച്ചയായിട്ട് സ്തംഭിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ആനമണ്ടത്തരമാണ്. എന്തായാലും 11 വർഷമായിട്ട് മോദി ഗവൺമെൻറ് ഭരിക്കുന്നു. ഇനി 4 വർഷം കൂടെ അവർ ഭരിക്കുന്നത് ഏതാണ്ട് ഉറപ്പാണ്. കാര്യം അവർക്ക് അതിനുള്ള ശക്തി പാർലമെൻറ്റിലുണ്ട്. ഇത് കഴിഞ്ഞ് 16ാമത്തെ വർഷം അല്ലെങ്കിൽ 15 വർഷം കംപ്ലീറ്റ് ആവുന്ന വേളയിൽ ഒരു ഇലക്ഷൻ നടക്കും. ആ ഇലക്ഷനിലെങ്കിലും തിരിച്ചു വരണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതുപോലുള്ള ഇഷ്യൂസ് പൊക്കിക്കൊണ്ടുവരാതെ, ഇന്ത്യൻ പാർലമെൻറ്റ് ഇതുപോലുള്ള ഇഷ്യൂസിൻ്റെ പേരിൽ തടസ്സപ്പെടുത്താതെ, ജനങ്ങളുടെ ജീവിതത്തിന് ബാധിക്കുന്ന, സാധാരണക്കാരൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലാതെ മനോജ് മുകുന്ദ് നരവാണയുടെ പബ്ലിഷ് പോലും ചെയ്യപ്പെടാത്ത പുസ്തകത്തിലെ ഏതെങ്കിലും ഭാഗങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ദേശസുരക്ഷയെ അത് ബാധിക്കുന്നു എന്നൊക്കെ പറയുന്നത് ദേശസുരക്ഷയുടെ കാര്യത്തിൽ വൻ വിട്ടുവീഴ്ച ചെയ്തവരാണ് ഈ പറഞ്ഞ ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന ആൾക്കാരെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് അവരുടെ ഇമേജ് ഇമ്പ്രൂവ് ആവാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഈ പറഞ്ഞ ട്രേഡ് ഡീലുകൾ, കച്ചവട കരാറുകൾ, ഇതുപോലുള്ള കരാറുകളിലൊന്നും ഇന്ത്യയുടെ താല്പര്യങ്ങൾ ഹനിക്കുന്ന രീതിയിൽ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിലാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഗവൺമെൻറ് മുമ്പ് ഇരുന്ന ഗവൺമെൻറ്റുകളൊക്കെ അത് ചെയ്തിട്ടുള്ളത്. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും. അങ്ങനെ തന്നെയാണ് ഇന്ത്യയുടെ ഗവൺമെൻറ് പറഞ്ഞത്. ഗവൺമെൻറ് പറയുന്നതാണ് കേൾക്കേണ്ടത്. അല്ലാതെ ട്രംപ് എന്ന് പറയുന്ന ഒരു വിടുവായൻ അയാളുടെ ട്രൂത്ത് സോഷ്യൽ പിന്നീട് മീഡിയ പ്ലാറ്റ്ഫോമിൽ എഴുതി വയ്ക്കുന്നത് അല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. കാര്യം അയാളുടെ സ്റ്റൈൽ അങ്ങനെയാണ്. അയാൾ എഴുതണം, എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളല്ലല്ലോ. അയാളുടെ മുകളിൽ നമുക്ക് അങ്ങനെ പറഞ്ഞിട്ട് അയാളെ കൊണ്ട് ഇങ്ങനെ എഴുതിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ പാർലമെൻറ്റ് എന്ന് പറയുന്നത് നടത്തിക്കൊണ്ടുപോകുന്ന ഓരോ ദിവസവും കോടികൾ ചിലവാക്കിയിട്ടാണ്. നമ്മൾ ടാക്സ് പേഴ്സ്, നികുതിദായകരുടെ പണമാണ് ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. ഓരോ ദിവസവും 100 കണക്കിന് കോടി രൂപയാണ് പാർലമെൻറ്റ് നടത്തിക്കൊണ്ടുപോകാൻ ചിലവാകുന്ന. കാര്യം അവിടുത്തെ സെക്യൂരിറ്റിക്കും മറ്റു കാര്യങ്ങൾക്കും എല്ലാമായിട്ട്, അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ ശമ്പളവും എല്ലാമായിട്ട്. അപ്പോൾ അവിടെ ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകൾ വേണം. ആ ക്രിയാത്മക ചർച്ചകളിൽ കൂടി മാത്രമേ പുതിയ നിയമങ്ങൾ ഉണ്ടാകാവുള്ളൂ. ഇപ്പോൾ ഈ പാർലമെൻറ്റ് നടപടികൾ എപ്പോഴും തടസ്സപ്പെടുത്തുമ്പോൾ അവിടെ ക്രിയാത്മകമായ ചർച്ചകൾ ഉണ്ടാകുന്നില്ല. അപ്പോഴും ഗവൺമെൻറ് നിയമങ്ങൾ ഉണ്ടാക്കുക, ആ നിയമങ്ങൾ ചർച്ചകളില്ലാതെ പാസ്സാക്കുക, ആ നിയമങ്ങൾ പലതും അതുകൊണ്ട് ചിലപ്പോൾ തെറ്റുകൾ കടന്നുകൂടിയേക്കാം. അതൊന്ന് തിരുത്തിക്കാൻ പോലും പ്രതിപക്ഷ യഥാർത്ഥത്തിൽ തയ്യാറാവുന്നില്ല. അവർ വെറുതെ ആവശ്യമില്ലാത്ത ട്രിവിയൽ ഇഷ്യൂസ് പൊക്കി കൊണ്ടുവന്ന് ഇല്ലാത്ത ട്രേഡ് ഡീലിൻ്റെ പേരിൽ, അല്ലെങ്കിൽ നിലവിൽ വരാത്ത ട്രേഡ് ഡീലിൻ്റെ പേരിൽ, പബ്ലിഷ് ചെയ്യപ്പെടാത്ത പുസ്തകങ്ങളുടെ കണ്ടന്റിൻ്റെ പേരിൽ ഇങ്ങനെ പാർലമെൻറ്റ് നടപടികൾ സ്തംഭിപ്പിച്ചാൽ ജനങ്ങൾക്ക് ഇത് മടുക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് കുറച്ചുകൂടെ ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുക. അല്ലെങ്കിൽ 2029 വർഷവും വീണ്ടും BJPയുടെ ഗവൺമെൻറ് തന്നെ തിരികെ വരും നമുക്ക് കാണേണ്ടി വരും. പ്രതിപക്ഷം ഇങ്ങനെ
ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്ന പോലെ അല്ല യഥാർത്ഥത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നത്. കേരളത്തിലെ മാധ്യമങ്ങൾ പലതും ബയസ്ഡ് ആയതുകൊണ്ട് അവരുള്ള കാര്യം പറയത്തില്ല. 29-ലും ഈ ഗവൺമെന്റ് തന്നെ തിരിച്ച് അധികാരത്തിൽ വരാനുള്ള കാര്യങ്ങളാണ് പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതാണ് സത്യം. ഒരു ഭാവനാത്മകമായിട്ടുള്ള കാര്യങ്ങളും ചെയ്യാൻ അറിയാത്ത ഈ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അത് പറയാൻ വിട്ടുപോയി. പാർലമെന്റിന്റെ മുന്നിൽ ഇപ്പോൾ ധർണ ഇരിക്കുകയാണ് പ്രതിപക്ഷം. അപ്പോൾ അതുവഴി കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയ ഒരു നേതാവ് പോകുന്നു. അദ്ദേഹം ഒരു സിഖുകാരനാണ്, പേര് രവനീത് ബിട്ടു എന്നാണ്. അദ്ദേഹം അതുവഴി പോകുമ്പോൾ ഞാൻ ആ വീഡിയോ ഇതിൻ്റെ അകത്ത് പ്ലേ ചെയ്യിക്കാം. നമ്മളുടെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് പറയാ, ദോ ഒരു വഞ്ചകൻ പോകുന്നു 2-3 തവണ. എന്ത് ഇമ്മച്ചുവർ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് നോക്കപ്പോൾ. അയാൾ ആദ്യത്തെ 2-3 തവണ പറഞ്ഞപ്പോൾ ഒന്നും പറഞ്ഞില്ല. പക്ഷെ ഏറ്റവും അവസാനം അടുത്ത് പോയ അയാൾ പറയുക ദേശദ്രോഹിയാണ് താനും, പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് നോക്കി. ഇങ്ങനെയാണോ യഥാർത്ഥത്തിൽ ഒരു പ്രതിപക്ഷ നേതാവ് മെച്യൂർഡ് ആയിട്ട് ബിഹേവ് ചെയ്യേണ്ടത്? വെറുതെ വഴിയെ പോയ ഒരാളോട്, അയാൾ പാർട്ടി വിട്ടവനായിരിക്കാം, പണ്ടും പാർട്ടി വിടലും പരസ്പരം കൂറുമാറ്റവും ഒക്കെ നമുക്ക് ഇന്ത്യയിൽ നിലവിലുള്ളതാണ്. ഇപ്പൊ ഈ ഇടയ്ക്ക് തെലങ്കാനയിൽ കോൺഗ്രസിലേക്ക്, തെലങ്കാന ഭരിക്കുന്ന കോൺഗ്രസ് ആണല്ലോ, തെലങ്കാനയിൽ കോൺഗ്രസിലേക്ക് ഇടയ്ക്ക് കുറെ MLA-മാർ പ്രതിപക്ഷത്ത് നിന്ന് കൂറുമാറി. എല്ലാ പാർട്ടികളും ഭരിക്കുമ്പോൾ ഈ കൂറുമാറ്റമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ പറഞ്ഞ പണ്ട് കോൺഗ്രസിന്റെ കൂടെ ഉണ്ടായിരുന്ന നേതാവ് അതുവഴി കടന്നു പോകുമ്പോൾ വളരെ ഇമ്മച്ചറായിട്ട് ഒരു ചൈൽഡ് ലൈക്ക് അല്ലെങ്കിൽ ചൈൽഡിഷ് ആയിട്ടുള്ള ബിഹേവിയർ. ദോ പോകുന്നു ഒരു വഞ്ചകൻ, ദോ പോകുന്ന ഒരു വഞ്ചകൻ, ട്രൈറ്റർ 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 എന്നയാളെ പുറകെ നടന്ന് വിളിക്കുന്നത് നമ്മൾ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. ആലോചിക്കണം. തിരിച്ചയാൾ അടുത്ത് പോയി ദേശദ്രോഹി ദേശദ്രോഹി എന്ന് 2 തവണ വിളിച്ചു. കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക പ്രതിപക്ഷ നേതാവ്. ഇതാണോ പ്രതിപക്ഷം? ഇത്രയും എന്താ പറയുന്ന ഒരു ഭാവനാശൂന്യമായ രീതിയിൽ പെരുമാറിക്കൊണ്ടിരുന്നാൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷത്തിന് രസിക്കത്തില്ല. രസിക്കുന്ന ആൾക്കാർ കാണും, ഈ വീഡിയോ കാണുന്നവരും പലരും ഇപ്പം എന്നെ വിമർശിച്ചുകൊണ്ട് താഴെ കമന്റ് ഇടും, എനിക്കറിയാം. ഇത് ബഹുഭൂരിപക്ഷത്തിന് ഒരിക്കലും രസിക്കില്ല, ഒരു വളരെ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക്. അല്ലാത്തവർക്ക് ഒരു പക്ഷേ വേറെ ചില പരിഗണനകൾ ഉള്ള ആൾക്കാർക്ക്, ഇപ്പൊ ഇവരൊക്കെ ദൈവമാണെന്ന് ചിന്തിക്കുന്ന കുറെ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഒരു പക്ഷേ രസിച്ചേക്ക് ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും കാണുമ്പോൾ. എന്തായാലും ഇതല്ല പ്രതിപക്ഷത്തിൽ നിന്ന് ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള നമ്മളെപ്പോലുള്ള ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്.